പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്ന് ദിവസം മുഴുവൻ ഞങ്ങൾക്ക് ആത്മീയമായ കൃപാവരം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മടുപ്പും ക്ഷീണവും അലസതയും ഉദാസീനതയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിൻ്റെ മുമ്പാകെ വ്യാപരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിൻ്റെ എല്ലാ കൃപാവരങ്ങളും ഞങ്ങളുടെ മേൽ നിറയുന്നതിന് മാതാവേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഞാൻ പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോയി. ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ പത്തനംതിട്ട ഭാഗത്ത് നിന്ന് ഒരു പെൺകുട്ടിയും കൊണ്ടുവന്നു. അമ്മ പറയുകയാണ്, നല്ല കുഞ്ഞായിരുന്നു അച്ഛാ, പള്ളിയിലൊക്കെ പോവും, നല്ല പ്രാർത്ഥനയൊക്കെ ഉള്ള നല്ല മകളായിരുന്നു. ഇപ്പോൾ ഭയങ്കര സ്വഭാവ വ്യത്യാസം, പള്ളി കയറത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, വീട്ടിൽ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര പ്രശ്നമാണ്, പരീക്ഷ എഴുതില്ല, സ്കൂളിൽ പോവില്ല, ചെറിയ കുട്ടിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാനൊന്ന് സംസാരിക്കട്ടെ. അമ്മ മുറിയുടെ പുറത്തോട്ട് നിന്നോ, കുട്ടി അകത്തോട്ടിരിക്കുക. അപ്പോൾ അമ്മ വരാന്തയിലോട്ട് നിന്നോളാൻ പറഞ്ഞു. ഡോറ് തുറന്ന് കിടക്കുകയാണ്, ഒരു പാളി തുറന്നിട്ടിരിക്കുന്നു, ആ പാളി ഒരു പാളി അടച്ചിട്ടിരിക്കുന്നു, അതിൻ്റെ ഇപ്പുറത്തൊരു കസേരയുണ്ട്. ഇപ്പോൾ അകത്തിരിക്കുന്നവർക്ക് ഈ കുട്ടിയെ കാണത്തില്ല. അപ്പോൾ അവളിങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇപ്പുറത്ത് എൻ്റെ ചെയറിലിരിക്കുന്നു. അപ്പം ഞാൻ അവളോട് പറയാണ്, മോളെ, ഈശോ നിന്നെ സഹായിക്കും, മക്കൾ ധൈര്യമായിട്ടിരിക്കുക. ഈശോ എന്ന് പറഞ്ഞതും ഈ കുട്ടി ഒരു ഭാവവ്യത്യാസം എന്നെ രൂക്ഷമായിട്ടിങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെന്തോ വ്യത്യാസം ഉണ്ടല്ലോ ദൈവം, ഇതെന്നാന്ന് ഓർത്തിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ കുട്ടി എന്നെ തുടരുതടാന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം. ഞാൻ താമസിക്കുന്നത് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ്, കോളേജ് പഠിക്കുന്ന മെൻസ് ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത്. ആൺകുട്ടികൾ താമസിക്കുന്ന മുറികളാണിത്, അവരുടെ വരാന്തയാണത് മുഴുവൻ. ആൺപിള്ളാരുടെ ഹോസ്റ്റലിൻ്റെ വരാന്തയിലൂടെ ഒരു പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് ഓടിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കുട്ടികളെല്ലാം കൂടെ, ചെറുപ്പക്കാരെല്ലാം കൂടെ അവരുടെ കതക് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അലറിക്കൊണ്ട് ഓടുന്നു, അവരുടെ പുറകെ ഞാൻ ഓടുന്നു, ഇവരൊക്കെ എൻ്റെ പുറകെ ഓടുന്നു. ഈ പുള്ളിയൊക്കെ ഉണ്ട് എൻ്റെ പുറകെ. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ഓടിച്ചിട്ട് കൊച്ചിനെ പിടിച്ച് നേരെ ചാപ്പലിൽ കൊണ്ടുവന്നു. ചാപ്പലിൽ കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാ മുറിയും തുറന്ന് ആമ്പിള്ളേരെല്ലാം വന്ന് ചാപ്പലിൻ്റെ വാതുക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം. അവർക്ക് മനസ്സിലായി ഇതെന്തോ പൈശാചിക സാധനമാണെന്ന് മനസ്സിലായി. പല മതത്തിൽപ്പെട്ട കുട്ടികളല്ലേ. ഏതായാലും ഞാൻ കുർബാന എഴുന്നള്ളിച്ച് വെക്കാൻ, വേറൊരു അച്ഛനോട് പെട്ടെന്ന് വിശ്വകുർബാന എഴുന്നള്ളിച്ച് വെക്കാൻ പറഞ്ഞു. അച്ഛൻ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ ബ്രദർ പോൾസൺ ചേട്ടൻ പരിശുദ്ധ പരമമാം ദിവ്യകാർ ഇത് പാടുകയും ഈ കുട്ടി അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിർത്തടാ. കുട്ടികളെല്ലാം കൂടി ഭയങ്കര ബഹളം. ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് പ്രൂഡൻ്റ് അല്ല ഈ സമയത്ത് ഇങ്ങനെ ഈ കുട്ടിയെ ഇവിടെ വിട്ട് പ്രാർത്ഥിക്കുന്നതൊന്നും അത്ര വിവേകമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഹോസ്റ്റലാണ്. സോ ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ കുട്ടിയൊന്ന് ശാന്തമായെന്ന് തോന്നി പറഞ്ഞു, ഈ ഡെലിവറൻസ് ഒന്നും നടന്നിട്ടില്ല, പ്രാർത്ഥിച്ച് അത് പൂർണ്ണതയിലെത്തിയിട്ടില്ല, അമ്മയൊരു കാര്യം ചെയ്ത് കുട്ടിയെ കൊണ്ടുപോക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ വീടല്ലേ സേഫാണല്ലോ. അങ്ങനെ അവർ പോയി. ഞങ്ങളൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ കുട്ടിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പോകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുർബാന അർപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ ഒരു ദൈവസ്വരം എനിക്ക് കിട്ടി. ഒരു ഡ്രോപ്പ് തിരുരക്തം, ഒരു തുള്ളി. അത് ഈ രോഗികൾക്കൊക്കെ ചിലപ്പോൾ, ഞങ്ങൾ 2 സ്പീഷീസിന് കുർബാന കൊടുക്കുന്ന സമയപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഈ തിരുരക്തവും കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന എൻ്റെ ഒരു കുഞ്ഞു കുപ്പിയുണ്ട്, ചെറുതാണ്, ഒരു 2 ഡ്രോപ്പ് തിരുരക്തമൊക്കെ അതിനകത്ത് കൊണ്ടുപോകാം, കുഞ്ഞു കുപ്പി. ഞാൻ അതെടുത്തിട്ട് അതിനകത്ത് ഒരു 2 തുള്ളി തിരുരക്തം എടുത്ത് വെച്ച് വിശുദ്ധ കുർബാനയും വെച്ച് അത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു. ഞങ്ങൾ പത്തനംതിട്ടയിൽ ചെന്നു. ഞങ്ങളൊരു 3-4 പേരുണ്ട്. എല്ലാവരും ആരോഗ്യമുള്ളവരാണ്. ഈ കുട്ടിയെ ഒരു തരത്തിലും പിടിച്ചു നിർത്താനൊന്നും പറ്റുന്നില്ല.
പിന്നെ ഒത്തിരി ഒന്നും അലറി വിളിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല, കാരണം ഈ അടുത്തെല്ലാം വീടുകളൊക്കെ ഉണ്ട്, നമ്മളെപ്പോഴും പ്രൂഡൻ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഇതിനകത്ത് ഒരു കുട്ടിക്ക് ഒരു വ്യത്യാസമില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, അപ്പം ഞാൻ എൻ്റെ കുരിശൊക്കെ കുട്ടി വലിച്ചെറിഞ്ഞു, ഈ ഹോളി വാട്ടറെല്ലാം പറിച്ചെറിഞ്ഞു. പെൺകുട്ടിയല്ലേ, നമുക്ക് അതിനിങ്ങനെ എല്ലാ ആണുങ്ങൾ ചേർന്ന് പിടിക്കുന്നതിനൊരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കണം. ദൈവമേ എന്നാ ചെയ്യും, ഈ പിശാചോട്ട് പോകണമില്ല. എനിക്ക് എൻ്റെ ഈ തിരുരക്തം ഉണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് ഈ കുട്ടിയെ ബലമായിട്ട് പിടിച്ചിട്ട് ആ കുട്ടിയുടെ വായിലേക്ക് ഈ തിരുരക്തം ഒഴിച്ചു കൊടുത്തു. ഒറ്റ സെക്കൻഡ് വെട്ടിയിട്ട വാഴ പോലെ കുട്ടി താഴെ വീണു, സാത്താൻ വിട്ടുപോയി. ഒറ്റ സെക്കൻഡ്, ഒരു ഡെലിവറൻസ് പ്രയറും ഇല്ല. എന്നെ ഇങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ പിശാചിന് ഭയമാണ്. എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ജീവിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കോണ്ടെക്സ്റ്റിലാണ് ഇത് സംസാരിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് നല്ല ഒരു രാജ്യത്താണ്. അമേരിക്കയെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ ഒത്തിരി അഭിമാനമുണ്ട്. അത് വിസ തന്ന രാജ്യമായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്ത് വിശ്വാസം ജീവിക്കുന്ന അനേകായിരങ്ങളുണ്ട്. ഈ രാജ്യം വിശ്വാസത്തിന് വില കൊടുക്കുന്ന രാജ്യം. ഞങ്ങളിങ്ങനെയാണ്, അതായത് ഈ രാജ്യങ്ങളെ ഞങ്ങൾ സുവിശേഷകർ രണ്ട് തരത്തിൽ തിരിക്കും. ചില രാജ്യങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ പറയും സ്വർഗം തുറക്കപ്പെട്ട, അവരുടെ ആ രാജ്യത്തിന് മേളിൽ ഹെവൻ ഓപ്പണാണ്. ഹെവൻ ഓപ്പൺ ആയ രാജ്യങ്ങളുമുണ്ട്, ഹെവൻ ഓപ്പൺ ആവാത്ത രാജ്യങ്ങളുമുണ്ട്. ഹെവൻ ഓപ്പൺ ആവാത്ത രാജ്യത്തേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും. ഹെവൻ ഓപ്പൺ ആവാത്ത രാജ്യത്ത് പോകുമ്പോൾ, കാരണം അവിടെ അറ്റാക്ക് കൂടുതലായിരിക്കും. ഹെവൻ ഓപ്പണായ രാജ്യങ്ങളിൽ ശുശ്രൂഷ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ ഹെവൻ ഓപ്പണായ രാജ്യങ്ങളിൽ ഒന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ കാരണം ഇവിടെ ആരാധനയും പ്രാർത്ഥനയും ഉള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഒരു എന്നാൽ മറ്റു രാജ്യങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല. ചില രാജ്യങ്ങളിൽ പോകാൻ ഭയങ്കര പാടാണ്. ആ രാജ്യങ്ങളിലേക്ക് കയറാൻ തന്നെ പാടാണ്. ഒരുപാട് നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങിയും പോയാലേ പറ്റും, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ സ്ട്രഗിളിലൂടെ പോകേണ്ടി വരും. അപ്പം അങ്ങനെ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പൈശാചികത ഈ രാജ്യത്തും ഉണ്ട്. അപ്പം അതിനെ നമ്മൾ കൗണ്ടർ ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ ആയുധങ്ങൾ വേണം. നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കൈക്കരുത്ത് കൊണ്ടും മെയ്വഴക്കം കൊണ്ടും പണം കൊണ്ടും അറിവ് കൊണ്ടും ഒന്നും നമ്മുടെ തലമുറ രക്ഷപ്പെടത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിനോടകം ഇത്ര മനസ്സിലായില്ലേ മിനിമം? നമ്മുടെ നാട്ടിലൊരു അച്ഛൻ വളരെ വലിയൊരു ക്രൈസിസിലൂടെ പോകുമായിരുന്നു. സോഷ്യൽ മീഡിയയൊക്കെ അച്ഛനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് ഒരു പ്രത്യേക കാര്യത്തിൽ. അപ്പം ഞാൻ ആ വഴി പോയപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, അച്ഛാ ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നൊരു അച്ഛൻ്റെ ഇവിടെ താമസിക്കുന്ന ഡാനിൽ അച്ഛൻ ഒന്ന് കണ്ടൊന്ന് ഒരു ആശ്വാസമൊക്കെ പറഞ്ഞിട്ട്, അപ്പം ഞാൻ എന്നാൽ നമ്മുടെ ഒരു അച്ഛനല്ലേ ഒന്നോർത്ത് കയറി അച്ഛനെ കണ്ടിട്ട്, അച്ഛാ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോരുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, പിശാചുണ്ടെന്ന് അച്ഛന് മനസ്സിലായല്ലേ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിലായി പിശാചുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. 2-3 ദിവസമായുള്ളെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ കഴിവോ നമ്മുടെ പണമോ നമ്മുടെ സ്വാധീനമോ കൊണ്ടൊന്നും നമുക്ക് സാത്താനെ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. അതിന് ആത്മീയ ആയുധങ്ങൾ വേണം. നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ആയുധമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ആ കുർബാനയിൽ നമ്മളങ്ങോട്ട് പിടിക്കണം. ഞാൻ ഒരു 100 അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ പറയാം. നിങ്ങളുടെ വിശ്വാസം ഇങ്ങനെ കയറി വരുന്ന, അതായത് എനിക്ക് ഉറപ്പാണ്, ബലിപീഠത്തിൽ പിടിച്ചാൽ അഴിയാത്ത ഒരു കുരുക്കുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായ? ബലിപീഠത്തിൽ പിടിച്ചാൽ പിന്നെ അവിടെ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അത് എന്നെ ദൈവം വർഷങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് പഠിപ്പിച്ചു തന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കാര്യങ്ങൾ കേട്ട്, അതായത് ഞങ്ങളൊരു യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആയുധം കുർബാനയാണ്. മരണം വരെ വിശുദ്ധ കുർബാനയോടുള്ള ഒരു സജീവ ബന്ധം ഞങ്ങൾക്കുണ്ടാകാൻ ഞങ്ങളിതാ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്ക് കൃപ തരണം. കരങ്ങൾ ഉയർത്താം. ഇനി ഒരു 2-3 മിനിറ്റ് നിങ്ങൾ ആരെയും ശ്രദ്ധിക്കരുത്. കണ്ണടയ്ക്കുക. ചുറ്റുപാട് നിൽക്കുന്നവരെ നോക്കരുത്. ഒരു 10 പേര് നിങ്ങളുടെ സ്വരം കേട്ടോട്ടെ. നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഓ ദൈവമേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ നന്ദി, ആരാധന ആരാധന. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ ഈ കൂടാരത്തിൽ സംഭവിക്കട്ടെ, ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. അത്ഭുതകരമായ കർത്താവിൻ്റെ ശക്തി ഈ കൂടാരത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. ഓ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹാലേലൂയ. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ, കുറെ കൂടി സ്വരമുയർത്തി സ്തുതിച്ചേ. ഹാലേലൂയ. ആരാധന 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 ആരാധന. ചൊത്തി വിളിക്കുന്ന ഈശോയേ, സ്വരമുയർത്തി വിളിക്കുന്ന ഈശോയേ, ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച് ശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, കൂടെ നടന്ന കർത്താവ്. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് അവിടുന്ന് കൂടെയുണ്ട് എന്ന് ബോധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളോട് കൂടെ വസിക്കുന്ന കർത്താവ്, അവിടുത്തെ അത്ഭുത അഭിഷേകത്താൽ ഞങ്ങളെ ഇപ്പോൾ വലയം ചെയ്യണമേ. ഈ ആലയം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യം നിറയണമേ. ഓരോ മകനും മകളും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയട്ടെ. സിനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുകയും മല വിറയ്ക്കുകയും കർത്താവെ പർവ്വതം ധൂമാവൃതമാവുകയും ചെയ്തതുപോലെ അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ ഈ കൂടാരത്തിൽ നിറയുമ്പോൾ അങ്ങയുടെ മഹത്വം എല്ലാ മക്കളും അനുഭവിക്കട്ടെ. കർത്താവേ, അബ്രഹാമിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. ഇനി നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ എടുക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായവും 13-ാമത്തെ അധ്യായവുമാണ്. 6-ാം അധ്യായം ഞാനൊന്ന് പരാമർശിച്ച് പോവും. അത് കഴിഞ്ഞ് 13-ാം അധ്യായത്തിലെ ഒരു കാര്യം കൂടി നമ്മൾ എടുക്കും. അപ്പോൾ അതിലൂടെ നമ്മൾ വിശുദ്ധ കുർബാനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മാനം, ഒരു തലം, അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ യേശുവിൻ്റെ ഹൃദയം കാണാൻ പോവുകയാണ്. നമ്മൾ ലോകത്ത് വേറെ ആരും പറയുന്നതിനെ ഗൗരവമായിട്ട് എടുക്കണ്ട. ഈശോ പറയുന്നതിനെ സീരിയസ് ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ആദം എന്ന് പറയുന്നത് ഒരു കഥയാണോ, ഒരു മിത്താണോ, ഹൗവ ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഈശോ എന്ത് പറഞ്ഞു? ഈശോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, എന്താണ്, ആദ്യം മുതലേ ഇങ്ങനെയായിരുന്നു
പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും എന്താണ് നിങ്ങൾ വിശുദ്ധ ലിഖിതത്തിൽ വായിക്കുന്നത്. അപ്പോൾ ആദം ഹവ്വ എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഈശോ സത്യമായിട്ട് അംഗീകരിച്ചു. ആരംഗീകരിച്ചു? ഈശോ. അപ്പം നമുക്ക് അതാണ് സത്യം. അത് ഒരു പണ്ഡിതൻ പറയുന്നതല്ല നമ്മുടെ സത്യം. ഇപ്പോൾ ഒരു പണ്ഡിതൻ പറയുകയാണ് ആദം ഇല്ലായിരുന്നു, നമ്മുടെ സത്യം അതല്ല. ആര് പറഞ്ഞാണ് നമ്മുടെ സത്യം? ഈശോ എന്ത് പറഞ്ഞു? നമുക്ക് സത്യം എന്ന് പറഞ്ഞാൽ ഈശോയാണ്. ഈശോ പറഞ്ഞത് മാത്രമാണ് നമ്മുടെ സത്യം. നമ്മൾ അങ്ങനെയാണ് സത്യത്തെ കാണുന്നത്. ഈശോ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ്. നമുക്ക് വേറെ ആരും പറയും. അപ്പോൾ ഈശോ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഈശോ എന്ത് പറഞ്ഞാൽ അത് അതുപോലെ നമ്മൾ കേൾക്കണം. അങ്ങനെ ചെയ്താൽ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളെക്കുറിച്ച് ഈശോയ്ക്ക് വലിയ സന്തോഷം ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഈശോ പറയുന്നൊന്നും നമ്മൾ ചെയ്യാറില്ല. ഈശോ പറഞ്ഞത്, കാരണം ഈശോ പറഞ്ഞ ഒരുമാതിരിപ്പെട്ട ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് മാമോദീസ മുങ്ങി, പിന്നെ കുർബാനയ്ക്ക് പോയി, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ ഒഴിച്ചാൽ കർത്താവ് പറഞ്ഞ ഒന്നും നമ്മൾ 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ, ന്യൂജേഴ്സി വരെ പോകാൻ പറയുന്നവൻ്റെ കൂടെ ന്യൂയോർക്ക് വരെ പോവുക. ആരെങ്കിലും പോവുമോ? ഇനി നിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് അറിയത്ത് പോലുമില്ല, പിന്നല്ലേ ചെയ്യുന്നത്. നിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. വല്ലവരും ചെയ്തിട്ടുണ്ടോ? ഇനി വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത്. ഇനി അടുത്തത്, നിൻ്റെ ഉടുപ്പെടുക്കുന്നവന് തുടുപ്പെടുത്തടിക്കണം, മേലങ്കി കൂടി കൊടുക്കണം. മൊബൈൽ എടുക്കുന്നവന് ചാർജറും കൂടെ കൊടുക്കണം. വല്ലവരും ചെയ്യുമോ? ഇല്ല, അവരുടെ കഴുത്തിന് പിടിച്ചിട്ട് വെക്കടാ ഫോൺ. ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കൂടെ കാണിച്ചു കൊടുക്കണം. ശത്രുക്കളെ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ അവരോട് അങ്ങനെ ചെയ്യണം. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ചെയ്യാനുള്ള കൃപ തരണേന്ന് പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല, ചെയ്യേണ്ടതാണെന്നുള്ള ബോധ്യം പോലുമില്ല. അതുകൊണ്ടാണ് ഈശോയ്ക്ക് നമ്മളോട് വലിയൊരു പരിഗണനയൊന്നും ഇപ്പോൾ ഇല്ലാത്തത്. അപ്പോൾ ഈശോ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകൾ യേശുവിൻ്റെ നിലപാടുകളായിരിക്കണം. യേശു എന്ത് പറഞ്ഞു? നമുക്കൊറ്റ കൾട്ടേ ഉള്ളൂ, നമുക്കൊറ്റ വിഗ്രഹമേ ഉള്ളൂ. അതാരാ? ഈശോ. നമുക്കൊറ്റ ഐഡിയലേ ഉള്ളൂ. അപ്പോൾ ആ ഈശോ നമുക്ക് ഭ്രാന്താവണം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ യൂത്ത് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ യൂത്തിനോട് ഒറ്റ വിഷയമേ പ്രസംഗിക്കത്തുള്ളൂ. എന്താണെന്നറിയോ? യേശു ഏകരക്ഷകൻ. എന്തുകൊണ്ടെന്നറിയോ? ആദ്യത്തെ മിനിറ്റ് മുതൽ പരിശുദ്ധാത്മാവ് കളത്തിലുണ്ടാവും. യൂത്ത് ധ്യാനമാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ധ്യാനം. പക്ഷേ ആദ്യത്തെ ടോക്ക് മുതൽ പരിശുദ്ധാത്മാവ് ആ പ്രദേശത്ത് മുഴുവനുണ്ടാവും. കാരണം ഈ പരിശുദ്ധാത്മാവിന് ഭയങ്കര ഇഷ്ടമാണ് യേശു ഏകരക്ഷകനാണെന്ന് പറയുന്നത്. ഭയങ്കര മൂവിങ് ഓഫ് ദ സ്പിരിറ്റ് ഭയങ്കരമായിരിക്കും. മൈക്കിൾ പനച്ചിക്കൽ അച്ഛനെ കേട്ടിട്ടുണ്ടോ? ഈ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിന്, ഇതാരെഴുതിയതാ? ഈ പനച്ചിക്കൽ അച്ഛൻ എഴുതിയതാ. ഇങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അച്ഛനൊരിക്കൽ അട്ടപ്പാടിയിൽ പട്ടാലിച്ചൻ്റെ അടുത്ത് ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ അച്ഛൻ കൗൺസിലിങ്ങിന് പോയി. കൗൺസിലിങ്ങിന് ചെല്ലുമ്പോൾ സിസ്റ്റർ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ ഒരു 3 മിനിറ്റ് പ്രസംഗം ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ഈശോ പറയുക. സ്വർഗം മുഴുവൻ എഴുന്നേറ്റ് കൈയടിച്ചായിരുന്നു അന്നേരം അച്ഛൻ്റെ 3 മിനിറ്റ് പ്രസംഗം. അച്ഛൻ അങ്ങനെ 3 മിനിറ്റ് പ്രസംഗം ഇവിടെ നടത്തിയിട്ടുണ്ടോ? അപ്പം അച്ഛൻ പറഞ്ഞു, ഉണ്ട്. ഞാൻ വിയന്നയിൽ ഒരു ലോക മത സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. 3 മിനിറ്റ് ആയിരുന്നു എൻ്റെ പ്രസംഗം. 3 മിനിറ്റ്.
അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അല്ല ചാ അതല്ല എന്ന് പറഞ്ഞു. അതല്ല, ഇത് കേരളത്തിൽ ഇവിടെ വന്ന് പറഞ്ഞു. കേരളത്തിൽ ഞാൻ 3 മിനിറ്റ് പ്രസംഗിച്ചിട്ടില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാ ചാ, വേറൊരു അടയാളം കൂടെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ അടിയായി. അച്ഛൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട്. അത് പ്രസംഗമല്ല, അതൊരു പ്രസംഗത്തിന് ശേഷമുള്ള പ്രതികരണമായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ പോയതല്ല. നമ്മുടെ നാട്ടിൽ വെച്ച് 3 മതക്കാരെ വിളിച്ചു കൂട്ടി ഒരു സർവ്വമത സമ്മേളനം നടക്കുകയാണ്. അപ്പം ഞാനും കാഴ്ചക്കാരനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ആദ്യം ഒരു ഹൈന്ദവ സഹോദരൻ പ്രസംഗിച്ചു. സനാതനധർമ്മം, അതിനെക്കുറിച്ച് അദ്ദേഹം വാചാലമായി സംസാരിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കൈയടിച്ചു, കൊള്ളാം. ഞാൻ കാത്തിരിക്കുകയാണ്. ഈ യേശുവിനെ കുറിച്ച് പറയുമല്ലോ ഇനി 3ാമതൊരാൾ. അത് കഴിയുമ്പോൾ ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. യേശു ഒരു പ്രവാചകനാണ്. ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. യേശു ഒരു പ്രവാചകനാണ്, ഞങ്ങളത് സമ്മതിക്കുന്നു. പക്ഷേ അവസാനത്തെ പ്രവാചകൻ പറഞ്ഞതാണ് സത്യം. ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞാണ് സത്യം. അത് ഞങ്ങളുടെ പ്രവാചകനാണ്, ഞങ്ങളുടെ മതമാണ് സത്യം. 3ാമത് ക്രിസ്ത്യാനികളുടെ പ്രതിനിധി പോയി. നമുക്കൊരു ഗുണമുണ്ടല്ലോ, ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. ഹൈന്ദവനെയും ബുദ്ധിമുട്ടിക്കരുത്, ഇസ്ലാമിനെയും ബുദ്ധിമുട്ടിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പഴങ്ങഞ്ഞി പരുവത്തിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇവർ വിശ്വസിക്കുന്നത് സത്യമേ അല്ല എന്ന് തോന്നിപ്പിക്കുന്നു. അച്ഛന് അരിശം വന്നു. ആർക്ക്? ഈ പനച്ചിക്കലച്ഛന്. അച്ഛൻ അവിടുന്ന് ഞെളിവിരി കൊണ്ടു. ഇങ്ങനാണോ പറയേണ്ടത്? അപ്പോൾ അവിടെ നിന്ന് മോഡറേറ്റർ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ശ്രോതാക്കൾക്ക് റെസ്പോൺസ് നടത്താം ഒരു 3 മിനിറ്റ്സ്. ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ പറഞ്ഞു, ഉണ്ട്. വരാൻ പറഞ്ഞു. സ്റ്റേജിലോട്ട് കയറിയിട്ട് അച്ഛൻ പറഞ്ഞു, സനാതന ധർമ്മത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മുസ്ലിം സഹോദരൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു. മുസ്ലിം സഹോദരനോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. സഹോദര, പ്രവാചകന്മാർ ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണ്. അവർ പറഞ്ഞതിനകത്തൊക്കെ കുറച്ച് സത്യമൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രവാചകൻ പറഞ്ഞതിനേക്കാൾ വലിയ സത്യം പറഞ്ഞത് ദൈവത്തിൻ്റെ പുത്രനാണ്. പുത്രൻ, ആ പുത്രൻ പറഞ്ഞ സത്യമാണ് ഞങ്ങളുടെ സുവിശേഷം. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ സത്യം. പറഞ്ഞ ഉടനെ ആരും എന്ത് ചെയ്തു? മോഡറേറ്റർ ക്രിസ്ത്യാനി കൂടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ വർഗീയത പറയാൻ പാടില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ വർഗീയത പറഞ്ഞില്ലല്ലോ, ഞാൻ സത്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പം അച്ഛൻ്റെ കൂടെ വന്ന ആളുകൾ നിങ്ങൾ കൈയടിച്ച പോലെ അവർ കൈയടിച്ചു. അപ്പോഴേക്കും അപ്പുറത്തുള്ളവർ അവരതിന് ഓപ്പോസിറ്റായിട്ട് ആർഗ്യുമെൻ്റ് നടത്തി. അപ്പോൾ അവിടെ മൊത്തത്തിലൊരു ബഹളമായി. അങ്ങനെ പരിപാടി അലങ്കോലമായി. ഇവർ സമാധാനത്തോടെ വീട്ടിൽ പോവുകയും. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് 15 വർഷങ്ങൾക്ക് ശേഷം, എന്നോട് അച്ഛൻ നേരിട്ട് പറഞ്ഞാണിത്, 15 വർഷങ്ങൾക്ക് ശേഷം ഒരു കൗൺസിലിംഗ് റൂമിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, 3 മിനിറ്റ് പ്രസംഗം കേട്ട് സ്വർഗം കൈയടിച്ചു. ബലേ ഭേഷ്, സൂപ്പർ, എക്സലന്റ്. ജീസസ് ദ ഓൺലി സേവിയർ. യേശു ഏക രക്ഷകൻ. രക്ഷയ്ക്ക് പല വഴികളില്ല, ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേര് യേശു എന്നാണ്. യേശു. ഇത് പറയണമെങ്കിൽ ഞാൻ യൂത്തിനെ ധ്യാനിപ്പിക്കുമ്പോൾ അവരോട് പറയും, 26 കണ്ടംപററി ഫിലോസോഫിക്കൽ തിയറികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യേശു ഏകരക്ഷകനാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾ യേശു ഏകരക്ഷകനാണെന്ന് പറയുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന 26 തിയറികളെ നിങ്ങൾ തള്ളേണ്ടി വരും. അതിന് നിങ്ങൾക്ക് സ്റ്റാമിന വേണം, ധൈര്യം വേണം. അത് പറയണം, യേശു ഏകരക്ഷകൻ. ഞാൻ പറഞ്ഞു വരുന്നത്, യേശു പറഞ്ഞതാണ് സത്യം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുള്ള നിലപാട് ഇതായിരിക്കണം, കർത്താവ് പറഞ്ഞാണ് സത്യം. അങ്ങനെ ഈശോ പറഞ്ഞതാണ് സത്യം എന്ന് നമ്മൾ അംഗീകരിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും.